അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശേഖന ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നല്ലോ. ഇപ്പം ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത്. നാട്ടിക മുസ്ലിംസാർ മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി 2 സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു, ഭിന്നിപ്പ് ഒഴിവാക്കാൻ. നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ ബഹുമാന്യ കാന്തപുരം മാറ്റിവെച്ചില്ല. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു. തകൃതിയായി ഒരിക്കുമ്പോൾ നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്. ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടെയുള്ള കോല, ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ലല്ലോ. ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരുന്നു?